നമ്മളിതിന് ഡബിൾ ലൈനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ? അടുത്തടുത്തായിട്ട് 2 ലൈൻസ് ഒരേ ഗ്യാപ്പിൽ നമ്മൾ കൊടുക്കുക. ലൈൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പൊക്കി പിടിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴേ ലൈൻസിനൊരു ഭംഗി കിട്ടുള്ളൂ. കോണിന് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ലൈന് ഒറ്റ ലൈനിൽ കിട്ടൂല. ഓക്കെ, ഇനി നമ്മൾ ഇത് തന്നെ തിരിച്ചും ചെയ്ത് കൊടുക്കുക. ഡബിൾ ലൈന് ആ ഒരു ഗ്യാപ്പ് തന്നെ നമ്മൾ തിരിച്ചും കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് നമ്മളെ കൈയുടെ പൊസിഷൻ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെക്കാം കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ ഈ സൈഡും ഫില്ല് ചെയ്തു. കണ്ടില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ സെൻറ്ററിൽ ഒരു സിംഗിൾ ലൈന്, നമ്മൾ സർഫസിൽ ടച്ച് ചെയ്യരുത്, പൊക്കി പിടിച്ച് വേണം ലൈന് കൊടുക്കാൻ. എല്ലാ ഡബിൾ ലൈൻസിൻ്റെയും സെൻറ്ററിലായിട്ട് നമ്മൾ ഓരോ സിംഗിൾ ലൈന് കൊടുക്കുക. തിരിച്ച് പിടിച്ചിട്ടോ അതേപോലെ തന്നെ ഡബിൾ ലൈൻസ് കൊടുത്തതിൻ്റെ ഉള്ളിൽ നമ്മൾ സിംഗിൾ ലൈന് കൊടുക്കുക. അതേപോലെ ഡബിൾ ലൈന് ചെയ്തത് നമ്മളിനി തിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? നമ്മൾ തിക്ക് ലൈനാക്കി മാറ്റി. എന്നിട്ട് സെൻറ്ററിൽ ഒരു ലൈനും കൊടുക്കുക. കണ്ടില്ലേ? ഡബിൾ ലൈന് നമ്മൾ തിക്ക് ലൈനായി കൊടുക്കും. അപ്പോൾ തിക്ക് ലൈന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒറ്റ പ്രഷറിങ്ങിൽ കൊടുക്കുക കേട്ടോ. എല്ലാ ഡബിൾ ലൈൻസും നമ്മൾ ഇതേപോലെ തിക്ക് ലൈനാക്കി കൊടുക്കുക. എല്ലാ അതിൻ്റെയും സെൻറ്ററിൽ ഓരോ സിംഗിൾ ലൈനും കൊടുക്കുക. ഇനി നമ്മൾ മറ്റേ പോർഷനും അതേപോലെ തന്നെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണേ. അതിൻ്റെ മുകളിലേക്ക് കൂടെ എടുക്കരുത്, അപ്പോൾ ഭംഗി ഉണ്ടാവില്ല. നമ്മൾ തിക്ക് ലൈനിൻ്റെ ഇടയിലുള്ള പോർഷൻസ് കട്ട് ചെയ്തിട്ട് വേണം ഇത് തിക്ക് ചെയ്യാൻ. ഒറ്റ പ്രഷറിങ്ങിൽ ആ ഒരു ഒറ്റ തവണ പ്രഷർ ചെയ്യുമ്പോൾ തന്നെ ഫില്ലാവുന്ന വിധത്തിൽ വേണേ നമ്മൾ കൊടുക്കാനായിട്ട്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഗ്രിഡ് ആക്കാം. ഞാനിതിൻ്റെ സെൻറ്ററിൽ ഓരോ ഡോട്ട്സ് കൊടുക്കുകയാണ്. നമ്മൾ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ ഓരോ ഡോട്ട്സ് ഒരേ പ്രഷറിങ്ങിൽ കൊടുക്കുന്ന ഡോട്ട്സ് ആണ്. അപ്പോൾ ഒരേ സൈസിലുള്ള ഡോട്ട്സ് നമുക്ക് കിട്ടും.